പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, പുതുപ്പള്ളിക്കാർക്ക് ഒരു ചിലകാല സ്വപ്നമാണ് ഈ ഗ്രൗണ്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. എത്രയോ വർഷമായിട്ട് ഇങ്ങനെ കാട് പിടിച്ച് അതുപോലെ മണ്ണിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് കിടക്കുകയാണ്. എന്നാൽ അതിനൊരു പരിഹാരമാകുകയാണ്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എന്താണെന്നുള്ളത് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇത് പുതുപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുതുപ്പള്ളി സെന്റ് ജോർജ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മൈതാനമാണ്. ഈ ഗ്രൗണ്ടിൻ്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ തന്നെ 4-5 തവണ വീഡിയോ ചെയ്തതാണ്. ഇത് കാട് പിടിച്ച് നാശത്തിൻ്റെ വക്കിലാണ് ഈ ഗ്രൗണ്ട് കിടന്നിരുന്നത്. എന്നാൽ ഈ ഗ്രൗണ്ടിന് ശാപമോക്ഷം കിട്ടുകയാണ്. 2007 സ്കൂളിന് പുതിയ കെട്ടിടം പണിത സമയത്ത് അവിടെ ബാക്കി വന്ന മണ്ണ് ഈ ഗ്രൗണ്ടിലാണ് കൊണ്ടുപോയി നിക്ഷേപിച്ചത്. ഇപ്പോൾ ഏകദേശം 10 വർഷത്തോളമായി ഈ മണ്ണ് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അതുമൂലമാണ് ഈ ഗ്രൗണ്ട് നാശത്തിലേക്ക് പോയത്. അതുപോലെ ഉമ്മൻചാണ്ടി സാർ ഇരുന്ന സമയത്താണ് ഈ സ്റ്റേഡിയം ഏകദേശം 1 കോടി രൂപ എടുത്ത് മുടക്കിയാണ് ഈ സ്റ്റേഡിയം പണിതത്. എന്നാൽ അത് മുഴുവൻ നാശത്തിൻ്റെ വക്കിലേക്ക് പോയി. പുതിയ ഭരണസമിതി ജില്ലാ പഞ്ചായത്തിലും പള്ളം ബ്ലോക്കിലും പുതുപ്പള്ളിയിലും എല്ലാം വന്നപ്പോഴത്തേന് ആദ്യമായിട്ട് അവരെടുത്ത തീരുമാനമാണ് ഈ ഗ്രൗണ്ടിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കുക എന്നുള്ളത്. അതനുസരിച്ചാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ജില്ലാ പഞ്ചായത്ത് അംഗവും അതുപോലെ ബ്ലോക്ക് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും സ്കൂളിലെ 2 സ്കൂളിലെ HMും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം ഉണ്ട്. മണ്ണ് നീക്കം ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ സ്കൂളിന് നിർമ്മാണത്തിനായിട്ടെടുത്ത മണ്ണ്, അവിടുന്ന് എടുത്ത മണ്ണും ഇവിടെ ഇട്ട മണ്ണിൻ്റെ തമ്മിൽ കണക്ക് ജില്ലാ പഞ്ചായത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ഇതുവരെ ഇതിനൊരു തീരുമാനം എടുക്കാൻ വേണ്ടി വൈകിയത്. ഇത് ജിയോളജി വകുപ്പിൻ്റെ പെർമിഷൻ പോലും ഇല്ലാതെയാണ് ഈ മണ്ണിൻ്റെ ഇടപാടുകളൊക്കെ നടന്നത്. അതുകൊണ്ട് ജിയോളജി വകുപ്പും കൈ ഒഴിഞ്ഞതുകൊണ്ടാണ് ഇതിവിടെ കിടന്ന് പോയത്. എന്നാൽ ഈ മണ്ണ് ഈ ഗ്രൗണ്ടിൻ്റെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കുഴിവായിട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് ഈ മണ്ണ് നീക്കിയിട്ടുകൊണ്ട് ഈ ഗ്രൗണ്ട് ഭംഗിയാക്കുവാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് തീരുമാനമെടുത്തിരിക്കുകയാണ്. അതനുസരിച്ച് അതിൻ്റെ ചർച്ചകൾക്കാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാവരും ഇവിടെ എത്തിയത്. ഉപകരണങ്ങൾ, കായിക ഉപകരണങ്ങൾ, കൾച്ചറൽ ആക്ടിവിറ്റിക്കുള്ള സംഗീത ഉപകരണങ്ങൾ, ബാൻഡ് സെറ്റ് തുടങ്ങിയവ PTA-യുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏകോപനത്തോടുകൂടി സ്കൂളുകൾക്ക് ലഭ്യമാക്കുന്നതിനായി 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ 1,000 ലക്ഷം രൂപ, അതായത് 10 കോടി രൂപ, ഇതിൽ നിന്ന് 70 ലക്ഷം രൂപ കോട്ടയം ജില്ലയിലെ തെരഞ്ഞെടുത്ത സർക്കാർ സ്കൂളുകളിൽ സ്റ്റോർ പർച്ചേസ് ചട്ടങ്ങൾക്ക് വിധേയമായി പ്രസ്തുത പദ്ധതി നടപ്പിലാക്കുന്നതിന് ഭരണാനുമതി നൽകുന്നു. അപ്പോൾ ഇപ്പോൾ 70 ലക്ഷം രൂപയുടെ AS വന്നിട്ടുണ്ട്. വേണ്ടതെല്ലാം കൂടെ കൂട്ടി ആ DD-ക്ക് കത്ത് കൊടുക്കും. എന്നിട്ട് ഇതിപ്പെടുത്താൻ പറയും. എന്നിട്ട് ഞങ്ങളത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ DD ആയിട്ട് സംസാരിക്കാം. അപ്പോൾ എളുപ്പമാണ്. മെമ്പർ ബാക്കി ഇടപെട്ടോളൂ, ശരിയാക്കി കൊടുത്താൽ കേട്ടോ. ഇതങ്ങോട്ട് കൊടുക്കും, DD-ക്ക് കൊടുക്കും. ഞങ്ങളിപ്പം തന്നെ DD-യോട് പറയും കേട്ടോ. മെമ്പറെ വിളിച്ചോണം. കൊടുക്കുക ഇപ്പം കൊടുത്താൽ ഇപ്പം കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇപ്പം കൊടുത്താൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സ്കീം പെട്ടെന്ന് കിട്ടും. സ്കൂൾ തുറക്കുന്നത് മൈതാനം കോട്ടയം ജില്ല വേറെ ഇല്ല. ഇത് ഇതുപോലെ നഷ്ടപ്പെടുത്തി നശിപ്പിച്ചിട്ടിട്ട് ഇപ്പൊ എത്ര വർഷമായി? അപ്പം ഞങ്ങളൊരു പുനഃസൃഷ്ടിയുടെ പാതയിലാണ്. പുതിയതെടുക്കാറായിട്ടില്ല. അപ്പൊ ഉള്ളതൊന്നും നന്നാക്കട്ടെ കേട്ടോ. സാറേ നമസ്കാരം. ഇന്നത്തെ തീരുമാനം നമ്മളിപ്പം ഇന്നത്തെ തീരുമാനം ഇവിടെ 5 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി വെച്ച് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നമ്മൾ ആ ഗാലറിയുടെ അപ്പുറത്ത് ഒരു കുഴി കിടപ്പുണ്ട്, അവിടെയെല്ലാം ലെവൽ ചെയ്ത് അവിടെ തറയുടെ ഒക്കെ വിരിച്ച് പുതുപ്പള്ളിക്കാർ ഒരു ചിരകാല സ്വപ്നം ഇത്. കാരണം മാർച്ച് 30 ചെയ്യും കേട്ടോ. ഓക്കെ ശരി. ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപയോളം മുടക്കിയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കാണാം. പുതുപ്പള്ളി ബോയ്സ് ഹൈസ്കൂളിന്റെ ഒരു ഭാഗം മുഴുവൻ നാശത്തിലേക്ക് പോകുന്നൊരു കാഴ്ച കൂടെ നിങ്ങൾ കാണുക. നമസ്കാരം പ്രിയ കൂട്ടുകാരെ. ഞാനിപ്പോൾ നിൽക്കുന്നത്
പുതുപ്പള്ളി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ തൊട്ട് പുറയിലാണ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെപ്പറ്റിയാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് കാണുക. ഇത് പുതുപ്പള്ളി കവലയ്ക്ക് തൊട്ട് സമീപം സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളാണ്. ഈ സ്കൂളിൻ്റെ പുറകുവശത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ പുതുപ്പള്ളി എള്ളുകാല റൂട്ടിൽ വരുമ്പോൾ പോസ്റ്റ് ഓഫീസിന് അവിടുന്ന് കയറി വരുമ്പോഴത്തെ ഗേറ്റാണ്. ഈ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഇത് കണ്ടോ, കാട് പിടിച്ച് ഇത് മുഴുവൻ ഈ പരിസരം എല്ലാം കുറച്ചും അവിടെ കാടായിരുന്നു, കുറച്ചൊക്കെ ഇപ്പം വെട്ടി തെളിച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ മുഴുവൻ കാട് പിടിച്ച്. ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് കണ്ടോ, ഇവിടുത്തെ കെട്ടിടത്തിൻ്റെയൊക്കെ അവസ്ഥകൾ നിങ്ങളൊന്ന് കാണുക. കണ്ടോ, ഒരു സ്കൂൾ കോമ്പൗണ്ടിലെ കെട്ടിടത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സ്കൂളിന് എന്തുമാത്രം സ്ഥലമുണ്ടെന്നറിയോ, പക്ഷേ ഇതൊക്കെ നിൽക്കുന്ന കാരണം ഈ സ്കൂളിൽ പിള്ളേർക്ക് നല്ലൊരു ഗ്രൗണ്ടോ കളിസ്ഥലങ്ങളോ ഒന്നുമില്ല. കണ്ടല്ലോ, പുതുപ്പള്ളി ഒരു പ്രധാനപ്പെട്ട സ്കൂളിൻ്റെ പുറകിലത്തെ കാഴ്ചയാണ് കേട്ടോ. മുൻവശമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും അറിയത്തില്ല ഇങ്ങനെയൊരു സംഭവം ഈ സ്കൂളിൻ്റെ പുറകിലുണ്ടെന്നുള്ള ആരും അറിയത്തില്ല. ഓരോ പഞ്ചായത്തിലും ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ സ്കൂൾ കെട്ടിടങ്ങളുടെ ലിസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറണമെന്നുള്ളതാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇതുവരെ ഇതിൻ്റെ ലിസ്റ്റ് കൈമാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. ഇവിടെയൊക്കെ പിള്ളേർ ഓടിക്കളിക്കുന്നതാണ്. ഏതെങ്കിലും കുട്ടിക്ക് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിലൊക്കെ എപ്പോഴും കുട്ടികൾ വരുന്നതാണ്. ഇതിൻ്റെ അടിയിലൊക്കെ ഒരു ഓട് കുട്ടികളുടെ തലയിൽ വീണാൽ മതി. അതോടൊപ്പം നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അധികാരികൾ അനങ്ങണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അപകടം പറ്റണം. ഇത് ഞാൻ പലവട്ടം ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടതാണ്, ഇതിൻ്റെ അനാസ്ഥയെപ്പറ്റി കാണിച്ചുകൊണ്ട് തന്നെ. ഇവിടെ കണ്ടോ, ഇവിടെ പുറയിലൊക്കെ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ പുതിയ കെട്ടിടങ്ങളൊക്കെ പണിതിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ടൊന്നും പിള്ളേർക്ക് വരാൻ മേലാത്ത അവസ്ഥയാണ്. ഓരോ പുതിയ സ്കീം വരുമ്പോഴും ഓരോ ഫണ്ട് അനുവദിക്കും. അതനുസരിച്ച് കുറേ ടോയ്ലറ്റുകളൊക്കെ പണിത് വെക്കും. ആർക്കും പ്രയോജനമില്ലാതെ ഇവിടെ തന്നെ എന്ത് കെട്ടിടങ്ങളാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ഓരോ കെട്ടിടത്തിൻ്റെ മുൻവശത്തേക്ക് ചെല്ലുമ്പം ആക്രിക്കടയുടെ അങ്ങോട്ട് ചെല്ലുന്നത് പറഞ്ഞ പോലെയാണ്. എല്ലാ പഴയ ഡെസ്കും പൊളിഞ്ഞതും ഷീറ്റും അടക്കം എല്ലാം ഇത് കണ്ട നിരന്ന് കിടക്കുകയാണ്. അതുപോലെ ഇവിടെയെല്ലാം മരത്തിൻ്റെ എല്ലാം കമ്പെല്ലാം കൂട്ടിയിട്ടേക്കുക ഉണ്ടല്ലോ. ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടുത്തെ PTA അടക്കം അധ്യാപകരും എല്ലാം പലവട്ടം പരാതികൾ മേൽഘടകത്തിലോട്ട് കൊടുത്താണ്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പം നമ്മുടെ ഇന്ന് ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൂടെ ഇടുന്നത്. കാരണം എന്തെങ്കിലും ഒരു തീരുമാനം ആയിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സർക്കാർ സ്കൂളുകളെല്ലാം നാശത്തിൻ്റെ വക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ സ്കൂളുകളൊക്കെ നല്ല ഉയർന്ന നിലവാരത്തിലേക്ക് പോവുകയാണ്. എങ്ങനെ പോകാതിരിക്കും? ഇതുപോലെയുള്ള പിള്ളേർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിള്ളേർ പോകുന്നതിൻ്റെ അകത്ത് ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിനൊന്നും ആർക്കും നേരമില്ല.